വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഫാത്തിമഗിരിയുടെ ഗേറ്റ് കടന്നു വരുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആവാഹിക്കുന്നുണ്ടെങ്കിൽ ആ പോസിറ്റീവ് എനർജിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സിസ്റ്റർ മരീനിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മളൊക്കെ പല വിശ്വാസങ്ങളുടെയും പല ആചാരങ്ങളുടെയും പല ജീവിത രീതികളുടെയും ഒക്കെ ഭാഗമായിട്ടാണ്. ബൈബിൾ എടുത്താലും ഖുർആൻ എടുത്താലും അതേപോലെ ഭഗവത്ഗീത എടുത്താലൊക്കെ മനുഷ്യ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെയൊക്കെ ചിത്രമാണ് നമുക്ക് മുന്നിലേക്ക്. പരസ്പരം സ്നേഹിക്കപ്പെടേണ്ടതും അതിൽ ഒരു കൂട്ടായ്മ രൂപപ്പെടേണ്ടതും. ഈ ഫാത്തിമഗിരിയിൽ സിസ്റ്റർ മരീനി നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന, ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഈ അയൽക്കൂട്ടം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയൽക്കൂട്ടങ്ങളൊക്കെ ധാരാളമുള്ള രാജ്യമാണ്. പഞ്ചായത്ത് തലങ്ങളിലൊക്കെ അയൽക്കൂട്ടങ്ങൾ ശക്തമാണ്. സ്ത്രീകളുടെ നൂറുകണക്കിന് കൂട്ടായ്മകൾ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ പ്രദേശത്തും ഒക്കെ ഉണ്ട്. പക്ഷേ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവിടെ നിങ്ങൾ എന്ന വാക്ക് ഉപയോഗിക്കാതെ നമ്മൾ എന്ന് ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ കൂട്ടായ്മയാണ് ഫാത്തിമഗിരിയുടെ അടിത്തട്ടിൽ ഇത്ര ശക്തമായ കല്ല് പാകാൻ കാരണം. അതുകൊണ്ടാണ് സിസ്റ്റർ മരീനി എന്ന് പറയുമ്പോൾ അവരെ നമ്മുടെ സഹോദരിയായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് അവർക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അവരോടൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതേ വിശ്വാസത്തോടും ആർജവത്തോടും കൂടിയൊക്കെയാണ്. അത് മരീനി നമ്മളുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ കൂട്ടായ്മയുടെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് അന്തരീക്ഷത്തിലായി ആ അന്തരീക്ഷത്തിലേക്ക് പെട്ടെന്ന് മഴ ശക്തിപ്പെടും. അവിടെ ഒരു പ്രളയം രൂപപ്പെടുകയും അവിടെ പലതും ഒഴുകിപ്പോവുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ നമുക്ക് മുന്നിൽ നിന്ന് നയിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുള്ള സിസ്റ്റർക്ക് പെട്ടെന്ന് ഒരു അസുഖം എന്നുള്ളൊരു വാർത്ത ഒരു പ്രളയം പോലെ ആണ് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അത് സിസ്റ്റർ പറഞ്ഞ ഒരു വാക്ക് നമ്മുടെ എല്ലാം മനസ്സിൽ കരുതേണ്ടതാണ്. സിസ്റ്റർ പറഞ്ഞത് തോറ്റു കൊടുക്കാൻ എൻ്റെ മനസ്സിന് തയ്യാറല്ല. പ്രതിബന്ധങ്ങൾ വരിക എന്നുള്ളത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. ആ പ്രതിബന്ധങ്ങളെ നേരിടുക എന്നുള്ളത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ പവറാണ്. അതുകൊണ്ട് ക്യാൻസർ അല്ല, ഏത് അസുഖത്തിന് മുമ്പിലും തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അതിന് പ്രധാന കാരണം എന്തെന്ന് പറയുന്നത് ഫാത്തിമഗിരി അയൽക്കൂട്ടത്തിലെ ഓരോ അംഗങ്ങളും തോറ്റുകൊടുക്കില്ല എന്ന തന്റെ പ്രഖ്യാപനത്തിന് ശക്തി പകർന്നുകൊണ്ട് ഒപ്പം നിൽക്കുമ്പോൾ ഈ ക്യാൻസറിനൊന്നും സിസ്റ്റർ മരീനിയുടെ ദേഹത്തോ മനസ്സിലോ പോറലേൽപ്പിക്കാൻ കഴിയില്ല. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണിപ്പോൾ 2-3-4 മാസങ്ങൾ ചികിത്സയിൽ സിസ്റ്റർ മരീനി അതീവ ശക്തിയോടെ നമ്മുടെ മുമ്പിൽ ആർജവത്തോടെ നിൽക്കുന്നെങ്കിൽ അത് ആ മനസ്സിൻ്റെ പുണ്യമാണ്, ആ മനസ്സിൻ്റെ ധൈര്യമാണ്. എങ്ങനെയാണ് ആ മനസ്സിലേക്ക് നമ്മൾ ശക്തി പകർന്നു നൽകുന്നത്? പരസ്പരം കലഹിക്കുവാനും പരസ്പരം പടവെട്ടുവാനും പരസ്പരം തങ്ങളാണ് ശരിയെന്ന് വാദിച്ച് ജയിക്കാനും ഒക്കെ വലിയ അധികം പ്രചോദനം കാട്ടുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ തിരിച്ചറിയാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ മനുഷ്യനാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഫാത്തിമഗിരി ഡയറക്ടർ സിസ്റ്റർ മരീനി അത്ഭുതമായി നിൽക്കുന്നുവെങ്കിൽ അതിന് ശക്തി നൽകിയത് മോസ്കുകളിലും ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ ഇരുന്നുകൊണ്ട് ഒരേ മനസ്സോടെ നിങ്ങൾ നടത്തിയ പ്രാർത്ഥന. നമ്മളൊരു കൂട്ടായ്മ രൂപപ്പെടുമ്പോൾ അത് അവരുടെ അയൽക്കൂട്ടമാണ്, അല്ലെങ്കിൽ അത് അവരുടെ ഏരിയസ് ആണ്, ഇത് നമ്മുടേതാണെന്നൊക്കെ പറയുമ്പോൾ അതിർവരമ്പുകളില്ലാതെ ഇത് നമ്മുടേതാണ് എന്ന് മാത്രം പറയുന്ന ഒരു അയൽക്കൂട്ടം നമ്മുടെ സംസ്ഥാനത്തുണ്ടെങ്കിൽ അത് ഫാത്തിമഗിരി സോഷ്യൽ സർവീസ് സെന്റർ. പിന്നെ സിസ്റ്റർ 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴും സിസ്റ്റർ ഹീമോ ചെയ്തോ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചോ എന്നൊന്നും അല്ല പറയാം.
സഹായം തേടിയെത്തുന്ന, പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ വീട് ജപ്തി നേരിടുന്ന നിരവധി ആളുകളുടെ പ്രശ്നം പറയാറുണ്ട്. ചില ആളുകളുടെ പ്രശ്നം സിസ്റ്റർ സാമ്പത്തികമായൊക്കെ സിസ്റ്റേഴ്സിന്റെ സഹായത്തോടെ ചെയ്യുമ്പോൾ ചില പുറമേയുള്ള ഇടപെടലുകൾ ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് ആ കാര്യം പറയാറുണ്ട്. ഞാനത് എൻ്റെ ഒരു സഹോദരി എന്ന നിലയിൽ സിസ്റ്റർ പറയുന്ന കാര്യങ്ങൾ കഴിയുന്നത്ര വേഗത്തിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്.